നൃത്തപായസത്തിന് അതീവ മധുരവും അതീവ സ്വാദും അമൃതുമാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ആ പായസത്തിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലാത്തതുമാണ്. ഈ പ്രത്യേക ചടങ്ങ് ഇവിടെ മാത്രമേ ഉള്ളൂ, മറ്റെവിടെയില്ല. ഈ ചടങ്ങിന് നൃത്തപായസം എന്നാണ് പറയുന്നത്. തൃച്ചംബരത്തെ ഭൂലോക വൈകുണ്ഠമാക്കി ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും ആനന്ദ നൃത്തമാടുന്ന ഉത്സവമാണ് തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേത്. 14 ദിനങ്ങൾ നീണ്ടുനിൽക്കുന്ന ഈ ക്ഷേത്രോത്സവത്തിന് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണുള്ളത്. ആചാരാനുഷ്ഠാനങ്ങളാൽ വിഖ്യാതമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമുള്ള ശ്രേഷ്ഠമായ ഒരു വഴിപാടുണ്ട്. കുംഭം 29 നടത്തുന്ന നൃത്തപായസം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവാഘോഷങ്ങളിലൊന്നായ തൃച്ചംബരത്തുത്സവം പൗരാണിക പ്രസിദ്ധമായ പെരുഞ്ചല്ലൂർ ഗ്രാമത്തിലെ പുരാതന സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമുള്ള ശ്രേഷ്ഠമായ ഒരു വഴിപാടായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണ് നൃത്തപായസം. കൃഷ്ണനും ബലരാമനും ബാലലീലകളാടി ക്ഷീണിച്ചു വന്ന സമയം അമ്മ യശോദ പായസവും പാലും വെണ്ണയും തയ്യാറാക്കി നൽകിയത് അനുസ്മരിച്ചാണ് ശ്രീകൃഷ്ണ ബലരാമ നൃത്തത്തിനു ശേഷം പായസം തയ്യാറാക്കി നൽകുന്നതെന്നാണ് ഐതിഹ്യമെന്ന് പാക്കത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി പറയുന്നു. ബലരാമന്മാര് ബാലലീലകൾ കളിക്കുന്ന സമയം അവരെ കളിച്ച് തളർന്നു വരുമ്പോൾ യശോദ അവർക്ക് പായസം, വെണ്ണ, പാല്, അപ്പം ഇതെല്ലാം വയറ് നിറച്ച് കൊടുക്കുക പതിവായിരുന്നു. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും ഇവിടെ വന്ന് അമ്പാടിയിൽ നടന്ന അതേ ബാലലീല ദേവകി വസുദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ അവസരത്തിൽ കളിച്ചു തളർന്ന അവസരത്തിൽ ഒരു ദിവസം യശോദ ഉണ്ടാക്കിക്കൊടുത്ത അതേ സങ്കല്പത്തിൽ പായസം, കൂട്ടുപായസം പിന്നെ ബാലകന്മാർക്ക് നിവേദിക്കുന്ന സങ്കല്പമാണ് നൃത്തപായസം. അപ്പോൾ എഴുന്നള്ളിച്ചു പോയാൽ തടപ്പള്ളിയിലെ പായസത്തിനുള്ള വെള്ളം തിളപ്പിക്കും, അരിയിടൂല. അപ്പോൾ പിന്നെ പൂക്കോത്തുനടയിൽ നിന്ന് എഴുന്നള്ളിച്ച് വന്നാൽ ശുദ്ധം മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ അരിയിടൂ. ശുദ്ധം മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് നൃത്തപായസമില്ല. അപ്പോൾ ശുദ്ധമായി വന്നാൽ മാത്രമേ അരിയിട്ട് അത് ഒരു 2 മണിയോടുകൂടി പായസമാവും. കുംഭം 29 പൂക്കോത്ത് നടയിലെയും തിരുമുറ്റത്തെയും നൃത്തോത്സവം കഴിഞ്ഞാൽ അകത്തെഴുന്നള്ളിച്ച് നമസ്കാര മണ്ഡപത്തിന് വടക്ക് കിഴക്ക് ഭാഗത്ത് വച്ചിട്ടുള്ള വട്ടളപാത്ര പായസത്തിന് ചുറ്റും നൃത്തം വെച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വരുന്നു. ശേഷം മൂലബിംബത്തിനും 2 ബലിബിംബങ്ങൾക്കും ചേർത്തുകൊണ്ട് പായസം നിവേദിക്കുന്നു. ഭക്തജനങ്ങൾ രാവിലെ ക്ഷേത്രദർശനത്തിന് ശേഷം പായസം വാങ്ങി സേവിക്കുന്നതുമാണ് ആചാരം.